എന്തൊക്കെ പറഞ്ഞാലും അച്ഛനെന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് ജീവന. അച്ഛന് തിരിച്ചു അങ്ങനെ തന്നെ. എനിക്കറിയില്ല അവരുടെ സ്നേഹം. അച്ഛൻ പറഞ്ഞ അമ്മ കേൾക്കുന്ന എന്റെ വിശ്വാസം. നമുക്ക് നോക്കാം. അച്ഛാ, അമ്മയെ കണ്ടിരുന്നില്ലേ? കണ്ടിരുന്നു, സംസാരിക്കുകയും ചെയ്തു. അമ്മ എന്താ പറഞ്ഞേ? പറ്റില്ലാന്ന് പറഞ്ഞല്ലേ. അച്ഛന്റെ മുഖം കണ്ടാലറിയാം അമ്മ പറഞ്ഞ മറുപടി എന്തായിരിക്കും. അവൾക്ക് പരാതി പിൻവലിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. ഞാൻ വേണ്ട രീതിയിലേക്ക് സംസാരിച്ചു നോക്കി. അവള് പിടിവാശി വിടുന്നില്ല. അച്ഛൻ പറഞ്ഞ അമ്മ കേൾക്കുന്ന ഞാൻ കരുതിയത്. അവൾ അങ്ങനെയായിരുന്നു. ആ വിശ്വാസത്തിലാണ് ഞാൻ കാണാൻ പോയത്. പക്ഷേ ഈ വിഷയത്തിൽ അവൾ അനങ്ങുന്നില്ല. ഞാൻ പറഞ്ഞത് അവൾ കേട്ടില്ല. ഇനിയിപ്പോ മറ്റെന്തെങ്കിലും വഴി നോക്കുന്നതാ നല്ലത്. ഇനി അഥവാ അവൾ പിൻവലിക്കണമെങ്കിൽ നീയും രേവതിയും ഈ വീട് വിട്ട് പോകണമെന്ന് അവള് പറയുന്നത്. ഇവരെ പുറത്താക്കിയിട്ട് അമ്മയ്ക്ക് എന്ത് കിട്ടാനാ? അമ്മയുടെ മകൻ മരുമകൾ തന്നെ ഇവരിവിടെ ഇറങ്ങിയാൽ അച്ഛനും കൂടി ഞങ്ങൾ ഇവിടെ ഇറങ്ങും. എന്തിനാ ഇങ്ങനെ വാശി പിടിക്കുന്നത്? രേവതി, അവള് വിഷമിക്കണ്ട. കിട്ടിയ അവസരം മുതലെടുത്തിട്ട് രണ്ടുപേരും ഇവിടുന്ന് പുറത്താക്കാൻ അവൾ ശ്രമിക്കുന്നത്. എനിക്ക് ജീവനുള്ള കാലത്തോളം സച്ചിയും രേവതി എന്റെ കൂടെ ഉണ്ടാകും. അവരെ വീട്ടിൽ നിന്ന് ഇറങ്ങില്ലെന്ന് ഞാൻ പറഞ്ഞു. ചന്ദ്രൻ എന്തായാലും പരാതി പിൻവലിക്കില്ല. ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടതിനെ കുറിച്ച് ആലോചിക്കും. ശശി, അടുത്ത വഴി എന്താന്ന് നോക്കാം. സച്ചിട്ടാ, ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇപ്പോഴുള്ള ദേഷ്യത്തിന് പറഞ്ഞതായിരിക്കും. കുറച്ച് ടൈം കൊടുത്താൽ അതിന്റെ റിയലൈസ് ചെയ്യുന്നു തോന്നുന്നു. അച്ഛൻ പറഞ്ഞ പോലെ വേറെ എന്തെങ്കിലും വഴി നോക്കാം സച്ചിട്ടാ. പക്ഷേ വാ. അച്ഛൻ ചെന്ന് സംസാരിച്ചിട്ടും അവര് കേസ് പിൻവലിക്കില്ലെന്ന് പറഞ്ഞു അല്ലേ? അച്ഛൻ അത്രയ്ക്ക് പറഞ്ഞു, എന്നിട്ടും അമ്മ കേട്ടില്ല. എന്റെ അനിയനെ ജയിലിൽ പറഞ്ഞേക്കണം എന്നുള്ള വാശി അമ്മയ്ക്ക്. ഇനി എന്ത് ചെയ്യും സർ? നിങ്ങളുടെ അമ്മ സ്ട്രോങ് ആയി നിൽക്കുവാണല്ലോ. പരാതി പിൻവലിക്കില്ല അല്ലേ? ഞാൻ വിചാരിച്ചാൽ നിങ്ങളുടെ അനിയനെ രക്ഷിക്കാൻ പറ്റും. കേസ് ഒഴിവാക്കാം. പക്ഷേ അതിനൊരു 5 ലക്ഷം രൂപ വേണ്ടി വരും. 5 ലക്ഷം രൂപയോ? അതെ, ഇല്ലെങ്കിൽ നിങ്ങളുടെ അനുജൻ ഉറപ്പായിട്ടും ജയിലിൽ, ചുരുങ്ങിയത് 1 വർഷമെങ്കിലും ജയിലിൽ കിടക്കേണ്ടി വരും. എന്താ സർ ഇങ്ങനെയൊക്കെ പറയുന്നത്? നിങ്ങളെ പേടിപ്പെടുത്താൻ വേണ്ടി പറയുകയല്ല. അങ്ങനെ നടക്കാതിരിക്കണമെങ്കിൽ കുറച്ച് കാശ് ചെലവാക്കണം. വിഷമിക്കില്ല രേവതി സർ, വേറെ വഴിയൊന്നുമില്ല. ഇതൊരു കുടുംബ വിഷയം ആയതുകൊണ്ട് രണ്ടുപേരുടെ ന്യായം കേട്ട് ആർക്കും ഒരു പ്രശ്നമില്ലാത്ത രീതിയിൽ കോടതിയിലെത്താതെ ഞാൻ ഇത് ഒത്തുതീർപ്പാക്കും. പക്ഷേ അതിന് കാശ് ചെലവാക്കേണ്ടി വരും. ഇതെനിക്ക് വേണ്ടിയല്ലല്ലോ, നിങ്ങൾക്ക് വേണ്ടിയല്ലേ ഞാൻ പറയുന്നത്. സർ, കാശ് കുറച്ച് അധികമാണ്. സച്ചി, ഇതൊരു മോഷണ കേസല്ലേ? ജയിലിൽ പോയ അവന്റെ ഭാവി ഇതോടെ തീർന്നു. ഇത് കേസായാൽ അവനെ പുറത്തിറക്കാൻ അതിന്റെ പുറകെ നടക്കേണ്ടി വരില്ലേ? അപ്പൊ അതിനേക്കാൾ കൂടുതൽ കാശ് ചെലവാവില്ലേ? എന്ത് വേണോ നിങ്ങൾ ആലോചിച്ച് തീരുമാനിക്കും. കാശ് ഞാൻ തരാം സർ, പക്ഷെ സംഘടിപ്പിക്കാൻ കുറച്ച് സമയം തരണം. എത്രയും പെട്ടെന്ന് തന്നാ അത്രയും നല്ലത്. പോലീസ് അവനെ പിടികൂടിയാ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ജാമ്യം കിട്ടാൻ പോലും പ്രയാസമാണ്. ശരി സർ, എത്രയും പെട്ടെന്ന് ഞാൻ കാശോട്ട് വരാം. അവൻ ജയിലിൽ പോരുത്. അവൻ എന്ത് വേണമെങ്കിലും ഞങ്ങൾ ചെയ്യും. ശരി. വക്കീൽ നാളെ കാശ് കൊടുക്കണം രേവതി. വൈകി കഴിഞ്ഞാൽ പ്രശ്നം. ബെസ്റ്റ് കപ്പിൾസ് അമൗണ്ട് കിട്ടിയ 1 ലക്ഷം രൂപ നമ്മുടെ ബാങ്കിലുണ്ടല്ലോ, അതെടുക്കാം നമുക്ക്. പിന്നെ ഹുണ്ടികയിലുള്ളതും എടുക്കാം. അതൊരു 50,000 വരുമോ? അറിയില്ല സച്ചേട്ടാ, നോക്കണം. ആ ഫിനാൻസർ പ്രധാന സാറല്ലേ, ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ച് നോക്കാം. നീ ഒരു കാര്യം ചെയ്യും, ഇവിടെ അടുത്തിറങ്ങ്, ഒരു ഓട്ടോ പിടിച്ച് വീട്ടിൽ പോക്കോ. ഞാൻ അദ്ദേഹത്തിന് കണ്ടിട്ട് വരാം. ശരി സച്ചേട്ടാ. അഡ്വക്കേറ്റിനെ കണ്ട കാര്യം അമ്മയോടും ദേവനോടും പറയാം. ചേച്ചിയാണല്ലോ. ഹലോ ചേച്ചി. ദേവു, ഞാനും സച്ചേനും അഡ്വക്കേറ്റിനെ പോയി കണ്ടായിരുന്നു. കേസ് പുറത്ത് വെച്ച് കോംപ്രമൈസ് ആക്കണമെങ്കിൽ 5 ലക്ഷം രൂപ വേണമെന്നാ അഡ്വക്കേറ്റ് പറഞ്ഞത്. എങ്ങനെയെങ്കിലും അത് സംഘടിപ്പിച്ചു കൊടുക്കും. ചേച്ചി, എന്ത് വന്നാലും അവൻ ജയിലിൽ കിടക്കരുത്. അതിന് വേണ്ടത് ചെയ്യണം ചേച്ചി. അവന് ജയിലിലേക്ക് വിടില്ല എന്നുള്ള വാശിയില്ല സച്ചേട്ടൻ. നീ എന്താ പുറത്താണോ? ശബ്ദം കേൾക്കുന്നു. അതെ ചേച്ചി, അമ്മയുണ്ട് കൂടെ. സച്ചേട്ടൻ അമ്മയെ കാണാൻ വേണ്ടി മാമേന്റെ വീട്ടിലേക്ക് പോവാ. എന്തിനാ അമ്മ കാണുന്നേ? കരഞ്ഞ് കാല് പിടിക്കാൻ, അല്ലാതെ എന്തിനാ? അമ്മ പറഞ്ഞ ചന്ദ്രന്റെ ശരത്തിനെതിരെ കൊടുത്ത പരാതി പിൻവലിക്കോ? കാണാൻ പോണ്ടെന്ന് ഞാൻ പറഞ്ഞതാ. പക്ഷെ അമ്മ കേൾക്കുന്നില്ല. നീ അമ്മയ്ക്കൊന്ന് ഫോൺ കൊടുത്തേ. ചേച്ചി. എന്താ മോളെ? അമ്മ എന്തിനാ സച്ചേട്ടന്റെ അമ്മയെ കാണാൻ പോകുന്നേ? അമ്മ ചെന്ന് പരാതി പിൻവലിക്കാനൊന്നും പറയണ്ട. എന്തായാലും അവരുടെ മനസ്സിലുള്ള ആഗ്രഹം നടക്കാൻ പോകുന്നില്ല. ശരത്ത് ജയിലിൽ പോവില്ല. അതിന് വേണ്ടതൊക്കെ ഞാൻ സച്ചേട്ടനും കൂടി ചെയ്യുന്നുണ്ട്. മോളെ, നിങ്ങൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. ചന്ദ്രമതി പരാതി പിൻവലിച്ചില്ലെങ്കിൽ എന്റെ മോന് ജയിലിൽ പോവേണ്ടി വരും. അമ്മ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. അവിടെ ചെന്നാ അമ്മ അവരെ അപമാനിച്ചു വിടും. അല്ലാതെ പരാതി പിൻവലിക്കാനൊന്നും പോകുന്നില്ല. ഇല്ല മോളെ, കാല് പിടിച്ചിട്ടാണെങ്കിലും ഞാൻ ചന്ദ്രമതിയെ കൊണ്ട് പരാതി പിൻവലിപ്പിക്കും. നീ കൂടുതലൊന്നും പറയണ്ട. അമ്മ, ഞാനൊന്ന് കാശ് തന്നില്ലേ 2 എണ്ണം പൊട്ടിക്ക്. അല്ലെങ്കിൽ ഒരു പൊക്കി എടുത്തോണ്ട് വേടാ. ശരി, പെട്ടെന്ന് വാ. ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം. പുറത്തു പോകാനോ? നിന്നെ എങ്ങനെ ശ്രുതിയോ മീരയോ കണ്ട പിന്നെ കാശ് വാങ്ങിക്കാൻ പറ്റും? നമ്മുടെ കള്ളക്കളി അവരറിയില്ലേ? അവര് കാശൊന്നും തരാൻ പോകുന്നില്ല. ഞാനാണെങ്കിൽ എങ്ങനെയും വാങ്ങിയേനെ. ഇപ്പൊ നീ ഇടപെട്ടോണ്ട് എങ്ങനെ? എടാ, നിനക്ക് എന്നെ ശരിക്കും മനസ്സിലായിട്ടില്ല. എന്റെ ജോലി തന്നെ ഇടിച്ച് ഭീഷണിപ്പെടുത്തി കാശ് വാങ്ങിക്കല. ഞാനിപ്പോ കാശുമായിട്ട് അവൾ ഇവിടത്തേക്ക് വരുത്തിക്കും. നീ മുറി പോ. ഓടാ. ഞാനൊരു ജ്യൂസ് കുടിച്ചിട്ട് വരട്ടെ. ജ്യൂസൊക്കെ നിന്റെ മുറി കൊണ്ടുതരാം. നീ പോയേ. മേളിലുള്ളത് നല്ലതാ. ആന്റണി. ഹലോ ആന്റണി. ഹലോ ശ്രുതി. ഏത് നിമിഷവും നവീൻ ദാസ് മരിക്കാം. അവന്റെ അവസ്ഥ നീ കണ്ടാണല്ലോ. പിന്നെന്താ നീ കാശ് എത്തിക്കാത്തത്? അവനെ ചികിത്സിച്ചില്ലെങ്കിലേ അവൻ മരിച്ചു പോകും. നിനക്ക് അവനൊരു ശല്യമാണല്ലോ. അതുകൊണ്ട് അവൻ മരിച്ചോട്ടെ എന്നാണോ നിന്റെ വിചാരം? അങ്ങനൊന്നുമല്ല. അവൻ മരിച്ചാലേ നീ കുടുങ്ങും. നിനക്ക് ജയിലിൽ പോവേണ്ടി വരും. നിനക്ക് വേണ്ടിയാ ഞാൻ ഇതൊക്കെ ചെയ്തത്. നീ അകത്താവും ശ്രുതി. ആന്റണി, അവനെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണം. അതിന് കാശ് വേണം. 2 ലക്ഷം രൂപ വേണമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ? തരാന്ന് പറഞ്ഞിട്ടല്ലേ നീ ഇവിടുന്ന് പോയത്? എന്നിട്ട് കാശ് എവിടെ? എന്റെ ഇപ്പൊ കാശില്ല, സംഘടിപ്പിക്കാനും പറ്റിയില്ല. എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ശ്രുതി? കാശ് കിട്ടിയാലേ പറ്റും. നീ എവിടെന്നേലും സംഘടിപ്പിച്ച് എത്തിക്കാൻ നോക്ക്. ഞാൻ നോക്കാം. നോക്കാന്ന് പറഞ്ഞാ പോരാ, കാശുമായിട്ട് ഇവിടെ വന്നിരിക്കണം. ആന്റണി. ഹലോ. ഞാൻ വരാം, മീറ്റിംഗിന് വന്നോളാം. ഇവിടെ ചന്ദ്ര ഉള്ളോണ്ടല്ലേ. വാ, രണ്ടുപേരും കേറിയിരിക്കെ. അല്ല, ചന്ദ്രമതി എന്ന് കാണാൻ. അതിനെന്താ, കേറി വാ, കേറിയിരിക്കെ. കേറിയിരിക്കാനോ? രണ്ടിനെ പുറത്താക്കി വാതിലടയ്ക്ക്. ചന്ദ്ര, എന്താ ഇത്? ഇവിടെയൊക്കെ വീട്ടിൽ കയറ്റിയാലേ വീട്ടിലുള്ള പലതും കാണാതെയാവും. നിന്റെ കാശ് സ്വർണ്ണമൊക്കെ എവിടെയെങ്കിലും കൊണ്ടുപോയി ഒളിപ്പിച്ചു വെക്കേ. ആന്റി,
ഞങ്ങൾ അത്രക്കാരല്ല. ഹരിചന്ദ്രന്റെ കൊച്ചുമോളല്ലേ ഫോണി ഇങ്ങോട്ട്. നീയൊക്കെ ഇവിടെ നിന്നാ മതി. നീയൊക്കെ എത്രക്കാരാണെന്ന് നാട്ടിലുള്ളവർക്ക് മുഴുവനും അറിയാം. നടു റോഡിൽ വെച്ച് നിന്റെ അനിയൻ എന്റെ കാശ് മോഷ്ടിക്കുന്നത് ലോകം മുഴുവൻ കണ്ടതല്ലേ. നിന്റെ അമ്മയല്ലടി കോച്ചിങ് കൊടുത്ത് വിട്ടത്. ചന്ദ്രമതി, നിങ്ങൾ എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞു, അത് ഞാൻ കേൾക്കാം. എന്റെ മോൻ അവരെ രക്ഷിക്കണം. പോലീസിൽ നിങ്ങളെ കൊടുത്ത് പരാതി പിൻവലിക്കണം. ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. എന്റെ മോനെ ദൈവം തമ്പുരാൻ വിചാരിച്ച പോലും നിന്റെ മോനെ രക്ഷിക്കാൻ പറ്റില്ല. പരാതി പിൻവലിക്കാൻ വേണ്ടി കാല് പിടിക്കാൻ വന്നതല്ലേ. നീ എന്റെ കാലില് വീഴ്, ചവിട്ടി പുറത്തു കളയും ഞാൻ. വന്നല്ലോ അടുത്താണ്. നിന്റെ അനിയനെതിരെ കൊടുത്ത പരാതി പിൻവലിക്കാൻ നിന്റെ അമ്മയെ പോലെ കാല് പിടിക്കാൻ വന്നതാണോ? അമ്മേ, ഇവിടേക്ക് വരരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ. പിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്നേ? ഇനി വന്നേ. വാ. മോളെ, എന്ത് സമാധാനത്തിലാ ഞാൻ വീട്ടിൽ കഴിയുന്നത്. എന്റെ മോൻ നീ നിന്ന് മോങ്ങിട്ടൊന്നും ഒരു കാര്യമില്ല. പോലീസ് നിങ്ങളുടെ മോന് വേണ്ടി വല വിരിച്ചിട്ടുണ്ട്. ഏത് നിമിഷം അവനെ പിടികൂടും. കള്ളനെ പിടിക്കുന്നില്ല എന്നുള്ള പഴി അവരും കേൾക്കുന്നുണ്ടല്ലോ. പോലീസുകാരൻ ദേഷ്യത്തിലാ. അവന്റെ എല്ലൂരിയ ശേഷേ അവനെ ജയിലിലേക്ക് അയക്കും. ചന്ദ്രമതി, എന്റെ മോന്റെ ഭാവിയും പഴിപ്പൊക്കെ നിങ്ങളുടെ കയ്യില. അവൻ ജയിലിൽ പോയാ അതോടെ എല്ലാം അവസാനിക്കും. അവസാനിക്കട്ടെ അവന്റെ പഠിപ്പും ഭാവിയും. അല്ലെങ്കിൽ തന്നെ എന്ത് ഭാവി അവനുള്ളത്? അവൻ കോളേജിൽ പോകുന്നുണ്ടാവും. കക്കാൻ നടക്കല്ലേ. അവനൊക്കെ ജയിലിൽ പോകേണ്ടവന്. ആമേ, കള്ളന്മാരുടെ കുടുംബത്തിൽ നിന്ന് പെണ്ണിനെ കെട്ടിക്കൊണ്ട് വരരുതെന്ന് ഞാൻ അന്നേ പറഞ്ഞതല്ലേ. ആരെങ്കിലും കേട്ടോ? ഒരു ഗതിയും പരഗതിയില്ലാത്ത പെണ്ണിനെയും അവളുടെ കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടി ചെവിയേട്ടൻ എന്റെ കുടുംബത്തിന്റെ അന്തസ് ബലി കൊടുത്തു. അമ്മേ, മതി, നിർത്തിക്കോ. ഒച്ച വയ്ക്കാതെ നാളുണ്ട് അമ്മയ്ക്ക് മക്കൾക്കും. എന്റെ മുന്നിൽ വന്ന് കെഞ്ചാൻ നീ എന്റെ വീട്ടിൽ വന്ന് കയറിയതോടെ എന്റെ സമാധാനം ഇല്ലാതെയായത്. ഇതേ നോക്ക, ഞാൻ എന്റെ വീട് വിട്ട് ഇവിടെ വന്ന് നിൽക്കേണ്ട അവസ്ഥയായി. എല്ലാത്തിനും കാരണം നീ നിന്റെ കുടുംബം. അമ്മയായിട്ട് ഇറങ്ങി വന്നതല്ലേ. ആരും പിടിച്ചിറക്കിയതല്ലോ. പിടിച്ചിറക്കാൻ നീ ഇങ്ങോട്ട് വാടി. എന്റെ വീട്ടിലാണ് നീ കഴിയുന്നെന്നുള്ള വിചാരം വേണം. നിന്നെ അവിടുന്ന് കഴുത്തിൽ പിടിച്ചിറക്കാൻ അറിയാഞ്ഞിട്ടല്ല. നിന്റെയും കുടുംബത്തിന്റെയും രക്ഷകൻ എവിടെ ഉണ്ടല്ലോ. അദ്ദേഹത്തെ ഓർത്താ അങ്ങനെ ചെയ്യാത്തത്. എന്തായാലും നീ നിൽക്കുന്ന ആ വീട്ടിലേക്ക് ഇനി ഞാനില്ല. ഒന്നുകിൽ നീ അല്ലെങ്കിൽ ഞാൻ. നീ ഇനി ഇവിടെ പോലും വരരുത്. നിന്നെ നിന്റെ കുടുംബത്തെയും കാണുന്നത് പോലും എനിക്ക് അറപ്പാ. ചന്ദ്ര, നീ എന്തൊക്കെയാ പറയുന്നത്? നീ മിണ്ടായിരിക്കും. ഞാൻ പറഞ്ഞൊക്കെ ശരിയല്ലേ. ഇവളെ വീട്ടിലേക്ക് കെട്ടിക്കൊണ്ട് വരാൻ തീരുമാനിച്ച അന്ന് മുതല് ഈ നിമിഷം വരെ ഇവളുടെ കുടുംബത്തെയും കുറിച്ച് ഞാൻ പറഞ്ഞതൊക്കെ ശരിയല്ലേ. എന്തെങ്കിലും ഒന്ന് തെറ്റിയോ? നിങ്ങൾക്ക് ഇതൊക്കെ ശീലോ? നോണോ മാനോ ഇല്ലാത്ത വർഗം. ഞങ്ങൾക്ക് അതുണ്ട്. പുറത്തിറങ്ങി നടക്കാനേ പറ്റുന്നില്ല ഇപ്പൊ. കുടുംബത്തിന്റെ മാനക്കേട് മാറണമെങ്കിൽ നീ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പോണം. കൊള്ളന്റെ ചേച്ചി. അമ്മ, മതി. താങ്ങാൻ കഴിയുന്നതിന് അപ്പുറം അനുഭവിക്കാൻ ഞങ്ങൾ. ഉറവിൽ വീണ്ടും വീണ്ടും ഇങ്ങനെ കുത്തല്ലേ. ചന്ദ്ര, എന്റെ മോനൊരു തെറ്റ് ചെയ്തു. അത് ന്യായീകരിക്കാനൊന്നുമല്ല, ഉറക്കണമെന്ന് പറയാനും ഞാൻ വന്നത്. എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളുടെ മകൻ താലി കെട്ടിയ പെണ്ണല്ലേ ഇവള്. ചന്ദ്രമതി, നമ്മൾ ഒരു കുടുംബമല്ലേ. ഒരു കുടുംബോ? നാണോ ഇല്ലല്ലോ. ആനയും അണ്ണാനും തമ്മിലുള്ള വ്യത്യാസം. നമ്മളൊരു കുടുംബമാണെന്ന് പറയുമ്പോ നിനക്ക് നാണാവുന്നില്ലേ? നിനക്കൊക്കെ അഭിമാനമായിരിക്കും. പക്ഷേ എനിക്കത് അപമാനമാണ്. ചന്ദ്രമതി, ഞങ്ങൾ ഇങ്ങനെയൊക്കെ പറയുമ്പോ നിനക്ക് മനസ്സിന് സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ. എത്ര വേണമെങ്കിലും പറഞ്ഞോളൂ. എന്റെ മകന്റെ കാര്യത്തിൽ ദയവുണ്ടായാൽ മാത്രമേ. ഞാൻ നിന്റെ മകനെതിരെ കൊടുത്ത പരാതി പിൻവലിക്കണം അല്ലെ? നിങ്ങളെ എല്ലാവരെയും എങ്ങനെ ജയിലിൽ കയറ്റാന്നാ ഞാൻ ആലോചിക്കുന്നത്. അപ്പോഴാ മോന്റെ പരാതി പിൻവലിക്കണമെന്ന്. പാമേ, എന്തൊരു തമാശയാണെന്ന് നോക്കി. അമ്മേ, ഇവരെ കാണാൻ വരണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ. എന്നിട്ട് കേട്ടില്ലല്ലോ. ഇപ്പൊ കിട്ടേണ്ടത് കിട്ടിയില്ലേ. ഇനി പോവാം. വാ. ചന്ദ്രമതി, നിങ്ങൾ 3 മക്കളുടെ അമ്മയല്ല. എന്തു പറഞ്ഞാലും എന്റെ മോനോട് ദയവ് കാണിക്കുന്നു ഞാൻ കരുതി. അതാ ഞാൻ വന്നത്. ഞാൻ വരരുതായിരുന്നു. എനിക്ക് തെറ്റുപറ്റി. എന്റെ തെറ്റ. അമ്മ, ഇനി ഒരിക്കലും ഇവരുടെ മുന്നിൽ വരരുത്. വാ, വാ. ഒന്ന് നിന്നെ. ഇവിടെ വരെ വന്ന് മകന് വേണ്ടി കെഞ്ചിയതല്ലേ. ഞാൻ ശരത്തിനെതിരെ കൊടുത്ത പരാതി പിൻവലിക്കാം. നിന്റെ ഈ മകളും ഇവളെ കെട്ടിയ എന്റെ മകനും ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയ എന്നേക്കുമായി ആ വീട്ടിലേക്ക് വരാതിരുന്ന ഞാൻ നിന്റെ മകനെതിരെ കൊടുത്ത പരാതി പിൻവലിക്കാം.